ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് നടന്ന രണ്ടാമത്തെ സെമിയിൽ സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക തോറ്റിരിക്കുകയാണ്. ന്യൂസിലൻഡ് കളി ജയിച്ച് ഫൈനലിലേക്ക് എത്തി. ഫൈനലിൽ ഇനി ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇന്ന് ന്യൂസിലൻഡ് കളി ജയിച്ച ശേഷം വില്യംസൺ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസിലൻഡ് ഇന്ന് 50 ഓവറിൽ 362 റൺസാണ് അടിച്ചു കൂട്ടിയത്. കളി ജയിച്ച് വില്യംസൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ ഇത്രയും ഈസി ആയിട്ട് ജയിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇനി ഞങ്ങൾക്ക് ഫൈനലിൽ ഇന്ത്യൻ ടീമാണ്. അവർക്കെതിരെ കളിക്കാനാണ് കൂടുതൽ പ്രയാസം. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇന്ത്യയുമായിട്ട് തോറ്റതാണ്. ഇന്നത്തെ മത്സരത്തിൽ ഞാൻ മികച്ച കളി പുറത്തെടുത്തു. അതുപോലെ രവീന്ദ്രയും. ഞാനിന്ന് രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തോറ്റു കൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. സൗത്ത് ആഫ്രിക്ക ഞങ്ങൾക്ക് വലിയ സമ്മർദ്ദം തന്നിട്ടില്ല. പാകിസ്ഥാൻ പിച്ചിൽ കളിക്കാൻ വളരെ ഈസിയാണ്. എന്നാൽ ദുബായിൽ അങ്ങനെയല്ല. ഞങ്ങൾ ഇന്ത്യയോട് തോറ്റത് അതുകൊണ്ട് മാത്രമാണ്. ഫൈനലിൽ ഞങ്ങൾ ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്തും. സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ ജയിച്ചത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ്. അടുത്ത മത്സരത്തിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് വില്യംസൺ വ്യക്തമാക്കി. ന്യൂസിലൻഡ് ഇന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു ടീം 362 റൺസ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ വർഷത്തെ ഹയസ്റ്റ് സ്കോറാണ്. ഇതുപോലത്തെ ഒരു ന്യൂസിലൻഡ് ടീമിനെ ഇന്ത്യൻ ടീം ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യ നേരത്തെ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ദുബായ് ബീച്ചിൽ ന്യൂസിലൻഡിന് ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഇത്തവണ ഇന്ത്യക്ക് തന്നെ കിട്ടും. സൗത്ത് ആഫ്രിക്ക ആണെങ്കിൽ അത് ഇന്ത്യക്ക് കുറച്ചും കൂടി ടഫായേനെ. എന്തായാലും ന്യൂസിലൻഡ് ഇന്ന് കളി ജയിച്ചിരിക്കുകയാണ്. 2 താരങ്ങളാണ് ഡബിൾ സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ സൗത്ത് ആഫ്രിക്കൻ ടീം നാണം കെട്ട് തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.